Hi friends, I am Deepa. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിലോട്ടി രാവിൽ തന്നെയുള്ള ഒരു ചേത്രാം എന്ന് പറഞ്ഞിട്ട് ഒരു നഴ്സറിയിലാണ്. ഈ നഴ്സറി എനിക്ക് ബാക്കി നഴ്സറികൾ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് റീസണബിൾ റേറ്റിൽ പ്ലാന്റ്സ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ ആ ചെടിയുടെ ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞാലും അതും ഒരുപാട് നന്നായിട്ട് വളർന്നു നിൽക്കുന്ന ചെടികളാണ് നമുക്കിവിടെ കിട്ടുക. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഈ സമയത്ത് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നോക്കാം. ഇതൊക്കെ ജെറേനിയം പ്ലാന്റ്സ് ആണ്. ജെറേനിയം ആക്ച്വലി വിൻ്റർ കഴിഞ്ഞ് വരുന്ന സമയത്താണ് നന്നായിട്ട് പൂവിടുക. പക്ഷെ ഒരു പെരിനിയൽ പ്ലാന്റും കൂടെയാണ്. നമുക്കത് കെയർ ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അടുത്ത സീസണിലേക്ക് വേണ്ടിയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. അതുപോലെ ഇത് കോസ്മോസ്, നമ്മുടെ നാട്ടിലൊക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ചെടിയാണ്. പക്ഷേ ഇവിടെയൊക്കെ വളരെ റെയറായിട്ട് കാണുന്ന ചെടികൾ. അപ്പോൾ ഇതൊക്കെ 20 റുപ്പീസിനാണ് ആ പോളി ബാഗിൽ കിട്ടണേ. അതുപോലെ ഈ ഒരു ബൊഗൻവില്ലയുടെ പ്ലാന്റ് കണ്ടില്ലേ, ഇതിനകത്ത് ഇപ്പോൾ ഈ കെട്ടി വെച്ചിരിക്കുന്നത് വേറെ ചെടികളുടെ വേറെ കളേഴ്സ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഇതിനകത്ത് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. ഒരു ചെടി ഇപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരു ബ്രാഞ്ച് വന്നിരിക്കണം, വെരിഗേറ്റഡ് ലീഫായിട്ടുള്ള ഒരു വെറൈറ്റിയാണത്. അതുപോലെ ഇത് ടെക്കോമയുടെ പ്ലാന്റ് ആണ്, ഓറഞ്ച് കളർ ടെക്കോമ. ഇതിങ്ങനെ ക്രീപ്പറായിട്ട് പോകുന്നതല്ല, ഇങ്ങനെ ബുഷിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ്. അത് 100 റുപ്പീസിനാണ് ഇവിടെ കിട്ടുന്നത്. അതുപോലെ വിൻകേയുടെയും എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. ഇത് ക്രോസാൻഡ്ര, നമ്മളുടെ കനകാംബരം, അത് 50 രൂപയ്ക്കാണ് കിട്ടുക. അതുപോലെ ഇതൊക്കെ ഓർണമെൻ്റൽ ആയിട്ടുള്ള മുളകിൻ്റെ ചെടികളാണ്. പിന്നെ ഇതുപോലെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സും ഉണ്ട് ഇവിടെ. ഫ്രൂട്ട്സിൻ്റെ ചിക്കു, പേരയ്ക്ക, അതുപോലെ ഒരുപാട് മാവ്, അങ്ങനെ കുറേ അവൈലബിൾ ആണ്. ഇതൊക്കെ കണ്ടില്ല, ഇതൊക്കെ ചിക്കുവിൻ്റെ പ്ലാന്റ്സ് ആണ്. അതുപോലെ ചെത്തി പോലെയുള്ള ചെടികളും വാങ്ങാൻ കിട്ടും. പിന്നെ ഇതൊക്കെ സീഡ്ലിംഗ് ട്രേയിൽ തന്നെയുള്ള ഇവർ റീപോർട്ട് ചെയ്യാത്ത വിൻകേയുടെ പ്ലാന്റ്സ് ആണ്. ഇതൊക്കെ 7 രൂപയ്ക്ക് കിട്ടുന്ന അത്യാവശ്യം നന്നായിട്ട് ഗ്രോത്ത് ആയിട്ടുള്ള ചെടികളാണ് ഇതൊക്കെ. അപ്പോൾ ഇപ്പോഴാണെങ്കിലും നമ്മളിത് വാങ്ങി നട്ട് കഴിഞ്ഞാൽ നല്ല സമ്മറൊക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് പൂവുണ്ടായി കിട്ടും നമുക്ക്. അതുപോലെ ഇത് കോച്ചിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ്. ഇത് ഇങ്ങനെ കുറച്ച് ബുഷിയായിട്ട് നിൽക്കുന്ന, അങ്ങനെ പുല്ല് പോലെ അങ്ങനെ ഇരിക്കുന്ന ഒരു ചെടിയാണ്. അത് 20 റുപ്പീസിനാണ് കിട്ടുന്നത്. അതുപോലെ ഇതൊക്കെ ബോഗൻവില്ലയാണ് കേട്ടോ. ബോഗൻവില്ലയുടെ സൈസ് അനുസരിച്ചിട്ട് പ്രൈസിന് വ്യത്യാസമുണ്ട്. 40 റുപ്പീസ് തുടങ്ങി മുകളിലേക്ക് നമുക്ക് വാങ്ങാൻ കിട്ടും. അതുപോലെ ഇത് തെങ്ങും ഇപ്പോൾ 1-2 നഴ്സറികളിലൊക്കെ ഇപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് കണ്ടായിരുന്നു. സാധാരണ നേരത്തെയൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും സാധാരണ ഉണ്ടാവാറില്ല. അതുപോലെ ഇത് ക്രാസുലയാണ് കേട്ടോ. ക്രാസുല സക്കുലൻ വെറൈറ്റിയിലുള്ളൊരു ചെടിയാണ്. അപ്പോൾ ഇവിടെ സക്കുലൻറ്റിൻ്റെയും ഒരു ഹ്യൂജ് കളക്ഷൻ ഉണ്ട് കേട്ടോ. സാധാരണ നമ്മൾ നഴ്സറികളിലൊക്കെ പോകുമ്പോൾ സക്കുലൻസിൻ്റെ ഏരിയയിലേക്ക് ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് പോകാറ് തന്നെ ഇല്ല. കാരണം സക്കുലൻസ് ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ചെടിയാണ്. പിന്നെ അത് കെയർ ചെയ്ത് എടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്തരം ചെടികൾ ഞാൻ അങ്ങനെ അധികം വാങ്ങാൻ നോക്കാറില്ല. കുറച്ചിങ്ങനെ ഹാർഡി ആയിട്ടുള്ള 1-2 വെറൈറ്റീസ് വാങ്ങിയിട്ടുണ്ടെന്നല്ലാതെ ഒരുപാട് പ്ലാന്റ്സ് അങ്ങനെ വാങ്ങാറില്ല. കാരണം ഒന്ന് ഈ റേറ്റ് തന്നെ, പിന്നെ ഇത് നോക്കിയെടുക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് കെയർ ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ സക്കുലൻസ് വാങ്ങി നമുക്ക് നല്ല ഭംഗിയായിട്ട് വളർത്താവുന്നതാണ്. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു റേറ്റിൻ്റെ കാര്യം. ഞാൻ പല നഴ്സറികളിലും ഇങ്ങനെ, എനിക്ക് നഴ്സറികൾ കറങ്ങാനായിട്ട് ഒരുപാട് ഇഷ്ടം. ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും പർച്ചേസ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിലും എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് ഒരു നഴ്സറി കണ്ടു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കയറി റേറ്റൊക്കെ ഒന്ന് ചോദിച്ച് ഒക്കെ വരാനായിട്ട് എനിക്കിഷ്ടം. അപ്പോൾ അങ്ങനെ പല നഴ്സറികളിലും ഞാൻ പോയിട്ടുള്ളിടത്ത് എനിക്ക് എല്ലാത്തിൻ്റെ തന്നെ റേറ്റ് ഒരു 200-ന് മുകളിലുള്ള റേറ്റാണ് എല്ലാത്തിൻ്റെ തന്നെ കേട്ടിരിക്കുന്നത്. അതുപോലെ ഞാൻ തന്നെ വാങ്ങി വെച്ചിരിക്കുന്ന 2-3 ചെടികൾക്കും ഇതുപോലെ 280 റുപ്പീസിനാണ് ഞാൻ വാങ്ങിയത്. പക്ഷേ ഇവിടുത്തെ ആ ഒരു റേറ്റ് കേട്ടപ്പോൾ ഞാനിങ്ങനെ ഒരു അത്ഭുതപ്പെട്ട് പോയി ശരിക്കും. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ പ്ലാന്റ്സും തന്നെ പോളി ബാഗിലുള്ളത് 50 റുപ്പീസിനാണ് കിട്ടുന്നത്. അതുപോലെ കുറച്ച് ഒരു നന്നായിട്ട് ഫോം ചെയ്തിട്ടുള്ള ഈ ചെറിയ പോട്ടിൽ നട്ടിരിക്കണേ ആ പ്ലാന്റ്സൊക്കെ 60 റുപ്പീസിന്. പിന്നെ ഇതുപോലെ കുറച്ചധികം നന്നായിട്ട് വളർന്നു നിൽക്കുന്ന ചെടികളുണ്ട് ഇവിടെ. അതുപോലെയുള്ള ചെടികൾക്ക് മാത്രം 100 റുപ്പീസാണ് വില. അതുപോലെ ഈ ഒരു വെറൈറ്റി കണ്ടില്ലേ, അത് പൂവുണ്ടാകുന്നൊരു വെറൈറ്റിയാണ്. അതിനും 100 റുപ്പീസ് തന്നെയാണ് വില. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ചെടികളൊക്കെ വാങ്ങി വളർത്തണം എന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല സ്ഥലമാണ് ഇവിടെ വന്ന് വാങ്ങാനായിട്ട്. ഇതും ക്രാസുലയാണ്. അതുപോലെ ഫൈക്കസും ഇതുപോലെ കുറച്ച് ബോൺസായി പോലെ വളർത്തി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നഴ്സറിയുടെ ഒരു സെക്കൻഡ് പാർട്ടും കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് ഇൻഡോർ പ്ലാന്റ്സും ബാക്കിയുള്ള ചെടികളൊക്കെ കുറച്ച് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോയും കൂടെ നിങ്ങളെല്ലാവരും കാണുക. അതുപോലെ ഇവിടെ കുറച്ച് സെറാമിക് പോട്ട്സിൻ്റെയൊക്കെ നല്ല കളക്ഷൻ ഉണ്ട്.
അപ്പോൾ ഇത്തരം സാധനങ്ങൾ വാങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് കളക്ട് ചെയ്യാവുന്നതാണ് ഇതൊക്കെ. അതുപോലെ വളങ്ങളും എല്ലാം തന്നെ ഇവിടെ നിന്ന് വാങ്ങാൻ കിട്ടും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട്. താങ്ക്